വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് 31 നക്സൽ ഭീകരരെ വധിച്ച സുരക്ഷാ സേന. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിലെ കുറകുട്ടാലു മലനിരകളിലാണ് പ്രത്യേക ഓപ്പറേഷൻ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നക്സൽ വേട്ട. സേനയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, നമുക്കറിയാം അമിത്ഷാ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നക്സൽ മുക്ത ഭാരതമാണ് തന്റെ ലക്ഷ്യം, അത് എത്രയും വേഗം പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു. ആ ഓപ്പറേഷന്റെ ഭാഗമായി തന്നെ 31 നക്സൽ ഭീകരരെ സുരക്ഷാ സേന ഇപ്പോൾ വധിച്ചിരിക്കുകയാണ്. CRPF അടക്കം ഈ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും ദേവിക, 31 പേരെ കൊലപ്പെടുത്തിയ എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിലെ കുറഗട്ടാലു എന്ന് പറയുന്ന ആ മലനിരകളിലാണ് ഈ സൈനിക ഓപ്പറേഷൻ നടന്നത്. ഇവിടങ്ങളെല്ലാം തന്നെ നക്സൽ ഭീകര സംഘടനകളുടെ ഒരു താവളമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി നക്സൽ സംവിധാനങ്ങൾ, അതായത് PLGA, അതുപോലെ ദണ്ഡകാരണ്യ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി തുടങ്ങിയ രീതിയിലുള്ള പല ഭീകര സംഘടനകളുടെയും താവളമായിരുന്നു ഈ പ്രദേശം. ഈ പ്രദേശത്താണ് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ CRPFന്റെയും അതുപോലെ തന്നെ അനുബന്ധ സേനകളുടെയും നേതൃത്വത്തിൽ കൃത്യമായ സൈനിക നടപടി ഉണ്ടാവുകയും 31 ഭീകരരെ വധിക്കുകയും ചെയ്തത്. നാളിതുവരെ ഉണ്ടായ നക്സൽ വേട്ടയിൽ ഏറ്റവും വലിയ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായതെന്നും അമിത്ഷാ കുറിക്കുന്നുണ്ട്. മാത്രമല്ല 2026 മാർച്ച് മാസത്തോടുകൂടി ഭാരതത്തെ പൂർണ്ണമായും നക്സൽ മുക്തമാക്കുമെന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, നക്സൽ ബാധിത പ്രദേശങ്ങൾ ഭാരതത്തിന്റെ അഖണ്ഡതയെ വലിയ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അമിത്ഷായുടെ വാക്കുകളിലും അതുപോലെ തന്നെ നടപടികളിലും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ദേവിക, അതോടൊപ്പം തന്നെ ഐസൻ, നമുക്കറിയാം 31 നക്സൽ ഭീകരരെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രത്തോളം നക്സൽ ഭീകരരെ വധിക്കുന്നത് സുരക്ഷാ സേന. അതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഈ സേനാ അംഗങ്ങളെ എല്ലാം അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നക്സൽ ഭീകരതയെ ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉറപ്പ് കൂടിയാണ് പാലിക്കപ്പെടുന്നത്. തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ പാലിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ നക്സൽ ഭീകരർ തീർച്ചയായും വലിയ രീതിയിലുള്ള, അതായത് പല ഭീകര സ്വഭാവമുള്ള, വർഗീയ സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പല സംഭവ വികാസങ്ങളും മേഖലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് രാജ്യത്തിന്റെയും ഒരു പരിധിവരെ ലോകത്തിന്റെ തന്നെ അല്ലെങ്കിൽ മേഖലയിലെ തന്നെ വലിയ ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് കടുത്ത നടപടികൾ നക്സൽവാദത്തിനെതിരെ ഉണ്ടാകണമെന്ന നിലപാട് കാലങ്ങളായി അല്ലെങ്കിൽ 1-2 വർഷമായി വളരെ കൃത്യമായി അമിത്ഷാ അറിയിക്കുകയും നക്സൽ വേട്ട കൃത്യമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. നിരവധിയായ ഓപ്പറേഷനുകൾ, പ്രത്യേകിച്ച് ദണ്ഡവാഡ മേഖലകളിലും അതുപോലെ തന്നെ ബസ്തർ മേഖലയിലെല്ലാം തന്നെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ബസ്തറിലെല്ലാം തന്നെ സാധാരണ നില തിരിച്ചു വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കാലങ്ങളായി അതിരൂക്ഷമായ നക്സൽ പ്രശ്നങ്ങൾ, നക്സൽ പ്രവർത്തനങ്ങൾ നിലനിന്ന പ്രദേശത്ത് ശക്തമായ നടപടികൾ ഉണ്ടാവുക എന്ന നീക്കമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും കേന്ദ്ര സർക്കാരും BJPയും അതുപോലെ തന്നെ അമിത്ഷായും നൽകിയ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നൽകിയ ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ നടപടികളിലൂടെ പാലിക്കപ്പെടുന്നത്.